ഗൈസ് ഇപ്പം നമ്മൾ കാണാൻ പോണത് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കോഴീനെ കിട്ടിയിട്ടുണ്ട്. 5 കോഴീനെയാണ് കിട്ടിയത് പഞ്ചായത്തിൽ നിന്ന്. അപ്പോൾ നമ്മൾ കോഴീനെ ഇട്ടേക്കുന്നത് പട്ടിക്കൂടിനകത്ത് ഇട്ടേക്കണേ. അപ്പോൾ കോഴി എങ്ങനെയാണ് ഇരിക്കണേ, രാത്രി ഉറങ്ങണത് എവിടെയാണ് എന്താണെന്ന് നമുക്ക് കാണിച്ചു തരാം. സാധാരണ കോഴിക്കൂട് പോലെയല്ല, നമ്മളിപ്പോൾ പട്ടിക്കൂടിനകത്താണ് കോഴീനെ ഇട്ടേക്കണത്. ഓക്കെ, അപ്പോൾ പട്ടിക്കൂടിലിട്ട് കഴിഞ്ഞാൽ കോഴി സേഫായിരിക്കും. ഒന്നാമത്തെ കാര്യം, അപ്പുറത്തെ സൈഡിൽ പട്ടിയും കിടക്കുന്നുണ്ട്, ഇപ്പുറത്തെ സൈഡിൽ കോഴിയുണ്ട്. മൊത്തത്തിൽ 5 കോഴി നമുക്കുള്ളത്. 3 പെടയും 2 പൂവനായിട്ടാണ് കിട്ടിയത്. എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് പഞ്ചായത്തിൽ കൊടുത്തേക്കണേ. ഓക്കെ, അപ്പം കിട്ടിയത് ഇതിങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഞ്ചായത്തിൻ്റെ സ്കീമുണ്ട്. അതിൽ ഇത്രയും കിട്ടണമെങ്കിൽ 50 രൂപ മാത്രം കൊടുത്താൽ മതിയായിരുന്നു. ആ സ്കീം കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഇനി കിട്ടുമെന്നറിയില്ല. എല്ലാവരും നിങ്ങൾക്ക് നിങ്ങളുടെ പഞ്ചായത്തിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അന്വേഷിച്ച് നോക്കി. ഇങ്ങനത്തെ സ്കീം അവൈലബിൾ ആണ്. ഓരോ പഞ്ചായത്തിൽ ഓരോ ഡിഫറെൻറ്റ് ടൈപ്പുള്ള സ്കീമുകളാണ് ഉള്ളത്. ചില പഞ്ചായത്തിൽ പശുവിനെ, പോത്തിനെയും ആടിനെയൊക്കെ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ പഞ്ചായത്തിൽ കോഴീനെയാണ് കിട്ടിയിട്ടുള്ളൂ. അതെങ്കിലും കിട്ടിയില്ലോ എന്ന് നമുക്ക് പറയാം. ഏതാ പഞ്ചായത്ത് എന്ന് വെച്ചാൽ വടക്കഞ്ചേരി പഞ്ചായത്താണ്. അപ്പോൾ നമുക്ക് കോഴി എങ്ങനെ കറക്കണമെന്ന് നമുക്കൊന്ന് പോയി നോക്കാം. അപ്പം നമുക്ക് പോയി നോക്കാം. ഫോണിൻ്റെ ഫ്ലാഷ് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പട്ടി സാർ ഇതാ കിടക്കുന്നു. സാർ, ഇതാണ് നമ്മുടെ ഇപ്പുറത്തെ സൈഡിലെ ഒരു വ്യൂ എന്ന് പറയണത്. കണ്ടോ, ഇവരിങ്ങനെ കൊല്ലിൻ്റെ മുകളിൽ കയറി നിൽക്കണത്. ഒരാൾ താഴ്ത്തി നിൽക്കുന്നുണ്ട്. അവിടെ മൊത്തം 5 കോഴിക്കുഞ്ഞുങ്ങളുള്ളത്. ഇതാണ് പട്ടിക്കൂട്. ഇതിനകത്ത് നമ്മൾ കൈസറിനിടും. ഇതിനകത്ത് നമ്മളെ കോഴിക്കുഞ്ഞുങ്ങൾ വെച്ചാൽ 45 ദിവസം പ്രായമുണ്ട് കേട്ടോ. ഇതാണ് കോഴി ഗൈസ്. കണ്ടോ, കോഴിക്ക് നമ്മൾ 3 സ്റ്റെപ്പ് കോലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതായത് അവർക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് കലങ്ങണമെന്നുണ്ടെങ്കിൽ ഈ കൂട്ടി കിടന്നാൽ പറ്റില്ലല്ലോ, അയച്ചു വിടാനും പറ്റില്ല. കാരണം നമ്മളിത് അത്യാവശ്യം മലയുടെ മുകളിലായതുകൊണ്ട് ഫുൾ ടൈം പരുന്തും ചങ്ങാലിയൊക്കെ വന്ന് പിടിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ അയച്ചു വിടാത്തത്. പിന്നെ നമ്മൾ കോഴിക്ക് എപ്പോഴും നമുക്ക് ഇവിടെ തീറ്റ വെച്ച് കൊടുക്കുന്നത്. കുറച്ച് അരി, വെള്ളം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡൊക്കെ നെറ്റ് അടിച്ചിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വന്ന് ഇതിനെ പിടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ നെറ്റ് അടിച്ച് കൊടുത്തേക്കണം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊരു സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മുടെ ചെറിയൊരു യൂട്യൂബ് ചാനലാണ്. ഇനി നമ്മൾ ട്രാവൽ വ്ലോഗാണ് ചെയ്യാൻ പോണത്. അപ്പോൾ എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം.